അച്ഛന്റെ ശാപമാണ് കോൺഗ്രസ് ഇന്ന് അനുഭവിക്കുന്നതെന്നും ബി.ജെ.പി. നേതാവ് പത്മജ വേണുഗോപാൽ. അച്ഛൻ ജീവിച്ചിരുന്നുവെങ്കിൽ തന്റെ ബി.ജെ.പി. പ്രവേശത്തെ അനുകൂലിക്കുമായിരുന്നുവെന്നും തൃശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ ജനം ടിവിയോട് പറഞ്ഞു. പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ എത്തിയതുകൊണ്ട് അച്ഛൻ സപ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അച്ഛൻ അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമെന്നൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചത്. അച്ഛൻ്റെ മനസ്സ് കൂടെ ഉണ്ടാവുന്നത് എന്നെ ആണോ? കാരണം ഞാനാണ് എൻ്റെ അച്ഛനെ 17 കൊല്ലം നോക്കിയത്. എൻ്റെ അമ്മ മരിച്ചിട്ട് അന്ന് അച്ഛൻ്റെ കൂടെ പോയതാണ് ഞാൻ. എൻ്റെ മക്കളെ പോലും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ശരിക്കും അച്ഛനെയും നോക്കി അച്ഛനെ. അപ്പോൾ അച്ഛൻ്റെ മനസ്സ് അറിയാവുന്നത് മുരളിയേട്ടനല്ല. അത് ഞാൻ എവിടെയും തറപ്പിച്ച് പറയും. എനിക്കാണ് എൻ്റെ അച്ഛൻ്റെ മനസ്സറിയാം. അച്ഛൻ പല വിഷമ കാര്യങ്ങളും എൻ്റെ അടുത്താണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ മുരളിയേട്ടൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അത് പേഴ്സണലല്ല ആയിട്ട് പറയണതല്ല. കാരണം മുരളിയേട്ടന് വേറെ താമസിക്കുന്ന വല്ലപ്പോഴേ വരാറുള്ളൂ. ഞാൻ അങ്ങനെയല്ല. ഞാൻ വല്ലപ്പോഴേ വീട്ടിൽ പോവുള്ളൂ. ബാക്കി സമയം മുഴുവൻ അച്ഛൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ അച്ഛൻ വിഷമങ്ങൾ വരുമ്പോൾ എൻ്റെ അടുത്താണ് സംസാരിക്കുക എല്ലാ കാര്യവും. അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പിച്ച് പറയുന്നത്. അത് എവിടെ വേണമെങ്കിലും വെല്ലുവിളിക്കാൻ ഞാൻ തയ്യാറുമാണ് പറയുമ്പോൾ. പക്ഷെ അത് കൂടി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അവസാന നിമിഷം വേദന ഉണ്ടായിരുന്നു അദ്ദേഹം. അച്ഛന് നല്ല വേദന ഉണ്ടായിരുന്നു. അവസാനത്തെ 3-4 കൊല്ലം ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ട് അച്ഛന് ഞാനിപ്പോഴും പറയും അച്ഛൻ്റെ ശാപമാണ് കോൺഗ്രസ് പാർട്ടി അനുഭവിക്കണേ.